ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിഷു വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്ന് രാവിലെ എണീക്കാൻ കുറച്ച് വൈകി കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നേരത്തെ 4-4:30 ആയപ്പോൾ അമ്പലത്തിൽ നിന്ന് കാണിക്കാൻ കൊണ്ടുവന്നേനെ. അപ്പോൾ അത് കാരണം പിന്നെ കുറച്ച് നേരം ഉറങ്ങി, പിന്നെ അലാറം അടിച്ചത് അറിഞ്ഞതേ ഇല്ല. അതുകൊണ്ട് 6 മണി കഴിഞ്ഞിട്ടാണ് ഇന്ന് എണീറ്റ പാടെ പോയി ഒന്ന് കുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കുളിച്ച് വന്നതിന് ശേഷം നേരെ അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ചായക്കും ചോറിനുള്ള വെള്ളം വയ്ക്കുകയാണ്. ചായക്കുള്ളത് ഗ്യാസുമേലും വയ്ക്കും, ചോറിനുള്ളത് അടുപ്പിലും വയ്ക്കും കേട്ടോ. ഇപ്രാവശ്യം നമുക്ക് വിഷുവാഘോഷങ്ങളൊന്നുമില്ല കേട്ടോ. ഹസ്ബൻഡിൻ്റെ വല്യച്ഛൻ മരിച്ചിട്ട് 5 മാസം ആവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ ആഘോഷങ്ങളും ഇല്ല, വലിയ വിഭവങ്ങളും ഇല്ല, എങ്ങോട്ടും പോകുന്നതുമില്ല. പോകുന്നില്ല ഉദ്ദേശിച്ചത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. കാരണം കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത്. അതുകൊണ്ട് നാത്തൂനും കുട്ടിയൊക്കെ അവർ രാവിലെ തന്നെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടും കൂടി ഇന്ന് പോകണില്ല എന്ന് കരുതി. ഒരു കാര്യം നേരത്തെ തന്നെ പറയണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലാസ്റ്റേക്ക് വെക്കണില്ല വിചാരിച്ചിട്ടാണ്. സാധാരണ വിഷു ദിവസങ്ങളിൽ നേരത്തെ എണീറ്റ് അടുക്കളയിലെ പണികളൊക്കെ ഒരുക്കിയതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം ഹസ്ബൻഡ് അച്ചിക്കമ്മയ്ക്കും അവരിവിടെ അടുത്ത് തന്നെയാണ് തറവാട്ടിൽ പോയിട്ട് അവർക്ക് ദക്ഷിണ കൊടുത്തതിന് ശേഷം വന്നിട്ടാണ് നമ്മൾ രാവിലത്തെ ചായയും കടിയൊക്കെ കഴിക്കാറുള്ളത്. വലിയ വിഭവങ്ങളൊന്നും പ്രാവശ്യം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഒരു കാബേജ് ഉപ്പേരിയും പിന്നെ എല്ലാ കഷ്ണങ്ങളൊക്കെ പാടെ ഇട്ടിട്ടൊരു ചെറിയൊരു സാമ്പാറും, പിന്നെ എന്താ പറയുക, ഒരു പപ്പടം, പിന്നെ ഇന്നത്തെ ചിക്കൻ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് വരട്ടിയെടുക്കുകയും ചെയ്തു. അത്രയ്ക്കൊന്ന് ഉച്ചക്കത്തേക്ക് വിചാരിച്ചിട്ടുള്ളൂ. സാധാരണ ഈ നേരം ആകുമ്പോഴത്തേക്ക് എൻ്റെ മോൻ എണീക്കാറുണ്ട് കേട്ടോ. എന്തായാലും മൂപ്പര് ഈ നേരം വരെ എണീച്ചിട്ടില്ല. അതുകൊണ്ട് അടുക്കളത്തെ പണി ഒരുങ്ങിയിട്ട് എണീറ്റാൽ മതി എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇത് ഇന്നലത്തെ ചിക്കനാണേ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ചിക്കൻ കൊടുന്നപ്പോൾ ആ ചിക്കനും പിന്നെ ചൂടടുപ്പ് തന്നെ നെയ്യപ്പം ചുടുകയുണ്ടായത്. വലുതായിട്ട് വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം ഭയങ്കര ചൂടായിരുന്നു. നേരം 2 മണി 2:30 ടൈമിലാണ് ഞാനിത് അപ്പം ചുട്ടത്. ഭയങ്കര ചൂടുണ്ടായതുകൊണ്ട് തന്നെ എനിക്കൊന്നിനും കഴിയുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇവിടെ ചേർക്കുകയാണ്. വിചാരിച്ച പോലെ തന്നെ അടുക്കളത്തെ പണിയൊക്കെ ഒരുങ്ങി തൂത്ത് വരുമ്പോഴത്തേക്ക് മൂപ്പര് എണീറ്റ് വന്നിട്ടുണ്ടേ. മൂപ്പര് എണീറ്റ് വന്നാൽ പിന്നെ ഇനി അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസിലും മൂപ്പര് എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. കാരണം ഞാൻ എന്തെടുക്കണോ അതിൻ്റെ ഒപ്പം എൻ്റെ കൂടെ ഉണ്ടാവും എൻ്റെ മോന് മാത്രമാണ്. അങ്ങനെ ഉള്ളും ഈ സിറ്റൗട്ടൊക്കെ തൂത്ത് വരിയതിന് ശേഷം ഞാൻ അവന് പല്ല് തേപ്പിച്ച് കൊടുന്ന് അവന് നീച്ച പാടെ എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ ഞാൻ അപ്പം ചൂടാണെങ്കിൽ അപ്പോൾ തന്നെ അപ്പം എടുത്ത് തിന്നുക, അങ്ങനെയൊക്കെയാണ് പതിവ്. പിന്നെ അതിന് ശേഷം ഒരു 10 വരെയൊക്കെ ആകുമ്പോൾ കഞ്ഞിയോ അല്ലെങ്കിൽ മുട്ടയോ പാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറാണ് പതിവ്. ഈ നേരമായപ്പോൾ തന്നെ വെയിലിൻ്റെ ചൂട് ഭയങ്കര ചൂടാണ്. അപ്പോൾ മുറ്റൊക്കെ അടിച്ച് വാരി വൃത്തിയായതിന് ശേഷം ഉള്ളിലേക്ക് വന്നതിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. രാവിലെ കുളി നേരത്തെ കഴിയെങ്കിലും അപ്പോഴൊന്നും ഒരു മേക്കപ്പും കാര്യങ്ങളും ചെയ്യാറില്ല കേട്ടോ. ആ നേരത്തെ ചെയ്തിട്ട് കാര്യമില്ല, കാരണം പിന്നെ ഈ അടുക്കളയിൽ ഇങ്ങനെ പണിയെടുക്കുകയല്ലേ, അപ്പോൾ നമ്മൾ ഏറെ വേർക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ ഒരുങ്ങിയതിന് ശേഷം റൂമിൽ വന്നിരിക്കുമ്പോഴാണ് ബാക്കിയുള്ള മേക്കപ്പ് നല്ല സൺസ്ക്രീനും മുടി ചീകലൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ. അങ്ങനെയെല്ലാം സെറ്റാക്കി ചെയ്തതിന് ശേഷം ഞാനും മോനും ഒരു 10 മണി 10:30 വരെ റൂമിൽ തന്നെ സ്പെൻഡ് ചെയ്യാറാണ്. അവനവിടെ ഇരുന്ന് അങ്ങനെ കളിച്ചോളും. ഞാൻ കുറച്ച് നേരം ഫാനിൻ്റെ ചുവട്ടിൽ കാറ്റും കൊണ്ടിരിക്കാറാണ് പതിവ്. പിന്നെ അതിന് ശേഷം 10 മണി 10:30 ആയിക്കഴിഞ്ഞാൽ അവന് കഞ്ഞി കൊടുക്കും. സാധാരണ 10:30 ആകുമ്പോൾ ഒന്നല്ലെങ്കിൽ പാലുണ്ടെങ്കിൽ പാലും മുട്ടയും കൊടുക്കാനാണ്, ഇല്ല വെച്ചാൽ കഞ്ഞിയും എന്താണോ ഉപ്പേരി അല്ലെങ്കിൽ മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ കൂട്ടി കൊടുക്കാറാട്ടോ പതിവ്. അപ്പോൾ നമ്മളെ വിഭവങ്ങളെന്ന് പറയുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, കാബേജ് തോരനും ഇന്നലത്തെ ചിക്കൻ വരട്ടിയതും പപ്പടവും ഒരു ചെറു മട്ടത്തിലൊരു സാമ്പാറും അത്ര ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അച്ഛനും മോനും വരുന്നത് രാവിലെ തറവാട്ടിക്ക് പോയിട്ടില്ല. അപ്പോൾ അവർ വീട്ടിൽ പോയി വന്നതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയായിട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ തമ്പലൈനിൽ പറഞ്ഞ മാതിരി ഓരോ ആഘോഷമില്ലാത്ത ഞങ്ങൾക്കൊരു ചെറിയൊരു സന്തോഷിക്കാനൊരു വക ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊന്നുമല്ല, ഞങ്ങളൊരു സിനിമയ്ക്ക് പോകാമെന്ന് കരുതിയിട്ടാട്ടോ. ഇപ്പോൾ ട്രെൻഡിങ്ങായി കളിച്ചുകൊണ്ടിരിക്കുന്ന വാഴ 2 കാണാൻ ഒരുപാട് നാളായി ആശിക്കണു. അപ്പോൾ വിഷുവിന് പോകാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ പിന്നെ ഉച്ചയ്ക്ക് തന്നെ പോകാമെന്ന് കരുതി.
ഈ നട്ടുച്ചയ്ക്ക് എന്തിനാ ഈ കുഞ്ഞു കുട്ടിനെയും കൊണ്ട് സിനിമയ്ക്ക് പോകണമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും അല്ലേ. അപ്പോൾ വേറൊന്നും കൊണ്ടല്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം തുടരും എന്ന് പറഞ്ഞ സിനിമ കാണാൻ പോയപ്പോൾ അവന് ലാസ്റ്റ് വെച്ച് കുറച്ച് അലമ്പ് കാട്ടി. അതുകൊണ്ട് ഞാനും മോനും പുറത്തിറങ്ങിയുണ്ടായിട്ടോ. ഉച്ചയ്ക്ക് പോകുമ്പോൾ അവന് ഉച്ചയുറക്കം പതിവാണ്. അപ്പോൾ ആ ടൈമിൽ ഉറങ്ങുന്നതിൽ എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ടൈമിന് പോകാമെന്ന് ഞാൻ തന്നെ പറയണ്ടായിട്ടോ. എന്തായാലും വായിട്ട് കുറച്ച് ആയപ്പോഴത്തേക്ക് അവന് ഉറങ്ങിട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ള ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയണത്. ഈ വിഷു ദിവസത്തിൽ വേറെ സന്തോഷങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ സിനിമയ്ക്ക് പോയി എന്നുള്ളതാണ് ഞങ്ങൾക്ക് പോലുള്ള സാധാരണക്കാരുടെ സന്തോഷം കേട്ടോ.